മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നല്ല അന്തരീക്ഷമായിട്ട് രാവിലെ തന്നെ. ഇന്ന് ഞായറാഴ്ച ദിവസം കൂടിയാണ്. കുറച്ച് ദിവസമായി ലോങ് വീഡിയോ ഇട്ടിട്ട്, അപ്പോൾ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളുടെ ഞായറാഴ്ച ദിവസം എങ്ങനെയുണ്ട് എന്നുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇതിൽ ഞാൻ കാണിക്കണത്. രാവിലെ തന്നെ ഇത്തിരി നേരം വൈകിട്ട് എണീറ്റത്. ചോറിനൊക്കെ തീയൊക്കെ പൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ ഫിൽറ്റർ ചെയ്തിട്ടുള്ള വെള്ളമാണ് കുടിക്കാനൊക്കെ എടുക്കുക. അപ്പോൾ അത് പിടിക്കായിരുന്നു. പിന്നെ ചായക്ക് ഇഡ്ഡലിയാണ് കേട്ടോ. ഇഡ്ഡലിയിലേക്ക് ഞങ്ങൾ എന്നും ഈ ചമ്മന്തിയാണ് ഉണ്ടാക്കുക. തക്കാളിയും സബോളയൊക്കെ കൂടിയിട്ട് നന്നായി വാട്ടിയിട്ട് ചൂടാറുമ്പോൾ മിക്സിയിലിട്ട് അടിക്കും. ഈ ചമ്മന്തിന് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. അതിൻ്റെ ഇടയിൽ ചെറിയൊരു മഴയൊക്കെ പെയ്തു. അലക്കാനുള്ളതൊക്കെ മുറ്റത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സോപ്പ് പൊടി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. മഴയായ കാരണം അലക്കാൻ പറ്റിയില്ല. അങ്ങനെ ചമ്മന്തിയൊക്കെ ചൂടാറിയപ്പോൾ അത് മിക്സിയിലൊക്കെ ഇട്ട് അടിച്ചെടുത്തു. ഇന്ന് ഞായറാഴ്ച ദിവസമായ കാരണം തന്നെ കുറച്ചധികം പണികളൊക്കെ ഉണ്ടാവും. ഉണ്ണികളൊന്നും എണിച്ചിട്ടില്ല കേട്ടോ. അതുകൊണ്ട് സമാധാനമായിട്ട് ഞങ്ങൾ വേഗം ചായ കുടിക്കാനിരുന്നു. ചായ കുടിച്ച് കഴിയുമ്പോഴേക്കിനും ചോറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചോറും ഞങ്ങൾ ഇടയ്ക്ക് ഊറ്റിയിടുന്നുണ്ട്. അതിനായിട്ട് നിന്നില്ല. ചായ കുടിക്കുന്നിടത്തുനിന്ന് ഇടയ്ക്ക് വന്നിട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ഞങ്ങൾക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മഴ തോർന്നപ്പോൾ വേഗം അലക്കിയിട്ടു കേട്ടോ. അലക്കിയിട്ടിട്ട് പിന്നെ ഗോതമ്പ് കുറച്ച് ഇങ്ങനെ ചെള്ളൊക്കെ പറക്കാനുണ്ടായിരുന്നു. ഇതിൽ കുറേ ഇങ്ങനെ എന്താ പറയുക കല്ലും ഇതൊക്കെ ഉണ്ടായിരുന്നു, ചെള്ളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പറക്കാൻ വേണ്ടിയിട്ട് അമ്മ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അമ്മയുടെ കൂടെ ഞങ്ങളും ഇരുന്നു കേട്ടോ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് എല്ലാവരും കൂടി ഇരുന്നാൽ വേഗം കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഒരു ചേട്ടൻ, പാലക്കാടുള്ള ഒരു ചേട്ടനാട്ടാ. ഈ ചേട്ടൻ്റെ കയ്യിൽ പുളി, അവിൽ, പിന്നെ അച്ചാർ, പിന്നെ കടല, തേനിലാവ്, അങ്ങനത്തെ കുറേ കൊണ്ടാട്ടമുളക്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അതിന് അവിലും പുളി, പിന്നെ ഉണ്ണികൾക്ക് മിഠായി, പിന്നെ ഒരു സ്റ്റാർ പോലത്തെ സാധനം അതൊക്കെ മേടിച്ചു. അങ്ങനെ ഉണ്ണികളൊക്കെ അതൊക്കെ കൈയിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വേഗം അതൊക്കെ ചാക്കിലാക്കിയിട്ട് പോകാൻ നിന്നു. അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവന്മാർ അത്ര ശരിയല്ലേ. അടിപൊളി സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഫ്രഷ് സാധനങ്ങളായിരുന്നു. ഞങ്ങളപ്പോൾ ഇതൊക്കെയാണ് മേടിച്ചത്. തേനിലാവ്, പിന്നെ സ്റ്റാർ പോലത്തെ ഒരു വെളിച്ചെണ്ണയിലിട്ട് വറുക്കണതാട്ടോ. പിന്നെ പുളി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റുള്ള പുളിയായിരുന്നു. പിന്നെ ഒരു കഷ്ണം ചക്ക ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് പറിക്കണം എല്ലാവരും കൂടി ഇരുന്നിട്ട്. നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പറിച്ച് കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുളിക്കാനൊക്കെ പോയി. ഉണ്ണികളെയും കുളിപ്പിച്ച് റെഡിയാക്കിയിട്ട് അവരവിടെ കളിക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് സ്പെഷ്യൽ എന്ന് പറയാൻ മീനിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ. ഒരു വലിയ തരം ഒരു മീനാണ്. അപ്പോൾ അത് വെച്ചതും വറുത്തതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഊണൊക്കെ കഴിച്ച് ഉണ്ണികൾക്കൊക്കെ ഊണ് കൊടുത്തു. ഞങ്ങൾ ഊണ് കഴിച്ചു. പിന്നെ അച്ചാച്ചനായിട്ട് കുറച്ച് നേരം അവിടെ നിന്ന് കളിക്കുകയാണ്. അത് കഴിഞ്ഞ് ഒരു മിഠായി കിട്ടിയപ്പോൾ അത് തിന്നിട്ട് ഇങ്ങനെ നിൽക്കുക. വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. നല്ലൊരു ഇതൊക്കെ റൂമിലേക്ക് ആക്കി കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അവിടെ അവനെ കുറച്ച് നേരം പഠിപ്പിച്ചു. പിന്നെ അവനെ ഉറക്കി. പിന്നെ അങ്ങനെ 4 മണിയായി. ചായയൊക്കെ ഉണ്ടാക്കി. ഇന്ന് രാവിലെ മേടിച്ച ഇതിന് എന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾ സ്റ്റാർ എന്നാണ് പറയാം. അപ്പോൾ അതൊക്കെ വറുത്ത് കൊടുത്തു. ഒരു ചായ കുടിച്ചു. അപ്പോൾ അതിന് ബെന്നു മതി എന്ന് പറഞ്ഞു കേട്ടോ. ക്രീം ബെന്നാണ് അത്. ആകെ മുഖത്തൊക്കെ വെച്ച് ക്രീമൊക്കെ തേച്ചിട്ടാണ് തിന്നണ കുട്ടി. അത് കഴിഞ്ഞ് പിന്നെ അവർ ദച്ചൂട്ടനും ദേവൂട്ടനും കൂടി കളിക്കുകയാണ്. അവർക്ക് ഈ നേരത്ത് ഒരു സൈക്കിൾ ഓട്ടണം പതിവുണ്ട്. പുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല, റോഡ് സൈഡായ കാരണം. അപ്പോൾ ഇവിടെ തന്നെ ഇവർ ഇങ്ങനെ സൈക്കിൾ ചവിട്ടി കളിക്കും. അപ്പോഴേക്കും പിന്നെ നല്ല കാറ്റും മഴയൊക്കെ വരാറായിട്ടാണ്. നല്ല മഴക്കാറുണ്ടായിരുന്നു. നല്ല മഴയും പെയ്തൊന്നും പിന്നെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അകത്ത് കയറി അതും കണ്ണനും കൂടി നല്ല ഡാൻസായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഞങ്ങളെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.